ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേടെറ്റ് LP UP PSC പരീക്ഷകളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വിറ്റാമിൻസ് അഥവാ ജീവകം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിറ്റാമിൻസ് അഥവാ ജീവകം നമുക്ക് രണ്ടായി തരംതിരിക്കാം. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ്, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഓർത്തു വയ്ക്കാൻ നമുക്ക് ചെറിയൊരു കോഡ് ഉപയോഗിക്കാം. വെള്ളം എന്നാൽ വാട്ടർ അല്ലേ? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് വൈറ്റമിൻ ബിയും സിയും. അപ്പോ WBC. WBC നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് BC, വൈറ്റമിൻ ബിയും സിയും. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. അതിനുള്ള കോഡാണ്, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലോ, അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കേട, KEDA. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് വിറ്റാമിൻ K, വിറ്റാമിൻ E, വിറ്റാമിൻ D, വിറ്റാമിൻ A. ഇനി നമുക്ക് ഓരോ വിറ്റാമിന്റെയും ശാസ്ത്രീയ നാമവും അപര്യാപ്ത രോഗവും നോക്കാം. ആദ്യം തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനായ B, C എന്നിവയുടെ നോക്കാം. B കോംപ്ലക്സ് എന്നാണ് വിറ്റാമിൻ B അറിയപ്പെടുന്നത്. അതിലെ B കോംപ്ലക്സിലെ ആദ്യത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ B1. വിറ്റാമിൻ B1ന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. അടുത്തത് വിറ്റാമിൻ B2. വിറ്റാമിൻ B2ന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. അടുത്തത് വിറ്റാമിൻ B3. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. അടുത്തത് വിറ്റാമിൻ B5 ആണ്. വിറ്റാമിൻ B5ന്റെ ശാസ്ത്രീയ നാമമാണ് പാൻറ്റോത്തനിക് ആസിഡ്. അടുത്തത് വിറ്റാമിൻ B6. വിറ്റാമിൻ B6ന്റെ ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. നമുക്കിത് ഓർത്തു വെക്കാൻ നമ്മുടെ ക്ലാസ്സിൽ 6 പീരീഡ് ആണ് ഒരു ദിവസം ഉള്ളതല്ലേ, അപ്പോൾ B6 എന്നത് പിരിഡോക്സിൻ എന്ന് നമുക്ക് ഓർത്തു വെക്കാം. അടുത്തത് വിറ്റാമിൻ B7. വിറ്റാമിൻ B7 ആണ് ബയോട്ടിൻ. അടുത്തത് വിറ്റാമിൻ B9. വിറ്റാമിൻ B9ന്റെ ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ്. ഗർഭിണികൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്. ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് 9 മാസമാണല്ലോ, അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാനും എളുപ്പമാണ്. B9 എന്നത് ഫോളിക് ആസിഡ്. B കോംപ്ലക്സിലെ അവസാനത്തെ വിറ്റാമിനാണ് B12. B12ന്റെ ശാസ്ത്രീയ നാമമാണ് സൈനോകൊബാലുമിൻ. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ സൈനോകൊബാലുമിൻ എന്ന് നമുക്ക് ഓർത്തു വെക്കാം. വിറ്റാമിൻ ബിയുടെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. SCERT ടെക്സ്റ്റിൽ വായ്പുണ്ണ് എന്നൊരു രോഗം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ ബിയുടെ അപര്യാപ്ത രോഗം ബെറിബെറി, വായ്പുണ്ണ് എന്നിവയാണ്. അടുത്ത വിറ്റാമിനായ വിറ്റാമിൻ C നമുക്ക് നോക്കാം. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് സ്കർവി. ഇതിന്റെ ഒരു പ്രധാന രോഗലക്ഷണമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ നോക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ നമ്മൾ പഠിച്ച കോഡ് കൊഴുപ്പ് കേട എന്നതല്ലേ. അപ്പോൾ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനിലെ ആദ്യത്തെ ആയ വിറ്റാമിൻ K നോക്കാം. വിറ്റാമിൻ Kയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. വിറ്റാമിൻ Kയുടെ അപര്യാപ്ത രോഗമാണ് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ K. വിറ്റാമിൻ Kയുടെ അപര്യാപ്ത രോഗം രക്ത കട്ട പിടിക്കാത്ത അവസ്ഥ. അടുത്തതാണ് വിറ്റാമിൻ E. സസ്യ എണ്ണകളിൽ ധാരാളം അടങ്ങിയ വിറ്റാമിനാണ് വിറ്റാമിൻ E. വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. അതിന്റെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത. വിറ്റാമിൻ ഇയുടെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത. അടുത്തത് വിറ്റാമിൻ D. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ D. വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ D. നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ D. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ് റിക്കറ്റ്സ്. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനിലെ അവസാനത്തെ വിറ്റാമിൻ A. വിറ്റാമിൻ A എന്നത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. നമ്മുടെ കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന അല്ലേ, അപ്പോൾ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്.
സിറോഫ്താൽമിയ എന്ന അസുഖം കൂടെ വിറ്റാമിൻ എയുടെ അപര്യാപ്തം മൂലം ഉണ്ടാവുന്നതാണ്. വിറ്റാമിൻസും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും അപര്യാപ്ത രോഗങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടറ്റ് LP UP പരീക്ഷകൾക്ക് ഉപകാരപ്രദമാവുന്ന അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മോൾ ചോക്ക്.